ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞ ശേഷമാണ് പോകുന്നത്. വിഷുവിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോകാനുള്ള തിരക്കാണ് കേട്ടോ. പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും കുട്ടികളും കൂടിയിട്ടാണ് പോകുന്നത്. സുമേട്ടൻ വരുന്നില്ല കേട്ടോ. അപ്പോൾ വല്യമ്മ ഓൾറെഡി ഏടത്തിയമ്മൻ്റെ വീട്ടിലോട്ട് കൈനീട്ടം കൊടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂടെ പോകാമെന്നാണ് വിചാരിച്ചത്. ഏടത്തിയമ്മൻ്റെ വീട് മലപ്പുറമാണ്. പോണ വഴിക്ക് ഞാൻ പകുതിയിൽ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പത്തിരിപ്പാല പോയി ഇറങ്ങിയാൽ അവിടുന്ന് പിന്നെ അടുത്താണല്ലോ. അപ്പോൾ അവിടുന്ന് ഏട്ടൻ ആരെങ്കിലും വിളിക്കാൻ വരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്യമ്മ മാത്രമല്ല ഏട്ടൻ്റെ മോളും കൂടി ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി ഓട്ടാനായിട്ട് ഡ്രൈവറായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച ശേഷം ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും വിരുന്ന് പോയിട്ടുണ്ടാവും എന്നറിയാം. എല്ലാവരും അവിടെ അമ്മമ്മമാരുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാനും അതുപോലെ വിഷുവൊക്കെ കഴിഞ്ഞ ശേഷം പോകാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. കുട്ടികൾ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് വൃതിക്കുട്ടിക്ക് ഇതാ മാങ്ങ വേണം, ഡയറി മിൽക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയിൽ വെച്ച് വണ്ടി നിർത്തിയിട്ട് മാങ്ങയൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ മാങ്ങയും ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ച ശേഷം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പത്തിരിപ്പാല എത്തിയ ശേഷം ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. വലിയമ്മയും ഏട്ടൻ്റെ മോളും കൂടെ മലപ്പുറം പോയി. ഞാനങ്ങനെ പത്തിരിപ്പാലി ഇറങ്ങി. ഞാനും കുട്ടികളും കൂടെ. അപ്പോഴത്തേനും രതീഷ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടെത്തിയ ശേഷം കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഏകദേശം 11:30 ഞാൻ വീടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടെത്തുമ്പോഴേക്കും അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ചെറിയച്ഛൻ്റെ കുട്ടികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ നിത്തുണ്ടായിരുന്നു. അങ്ങനെ കുറേ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇലയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനും മട്ടനും പായസമൊക്കെ ആയിട്ട് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇലയിലാണ് ഇപ്പോൾ ഫുഡ് കഴിച്ചത്. കുട്ടികൾക്കൊക്കെ ഇലയിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇലയിലാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ നിത്ത് പിന്നെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. അവളൊന്നും ഫുഡ് കഴിക്കില്ല. ഇലയിൽ എല്ലാവരും കഴിക്കുന്നതിൻ്റെ സന്തോഷത്തിൽ അവളും കൂടെ വന്നിരുന്നതാണ്. എല്ലാവരും വേദുട്ടിയും പ്രതിക്കുട്ടിയും ഞങ്ങളൊക്കെ പോയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും. ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ കുട്ടികൾ കളിക്കാനൊക്കെ വരും. പ്രതിക്കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് ഇലയിൽ നിന്ന് ചോറൊക്കെ വാരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ഇന്ന് വട്ടത്തിൽ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോഴത്തേനും ഉച്ചയ്ക്ക് ശേഷം നല്ല മഴ ഉണ്ടായിരുന്നു. കനത്ത മഴയും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. സുഖം ഞാൻ വീട്ടിൽ പോട്ടെ. നല്ല മഴ ആയതുകൊണ്ട് തന്നെ നേരെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ക്യാമറയ്ക്ക് വെള്ളമൊക്കെ തെറിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ക്യാമറയിൽ മൊത്തം വെള്ളമായിരുന്നു. അത്രയും കാറ്റായിരുന്നു. കുറച്ച് നേരം മാത്രമായിരുന്നു മഴ പെയ്തത്. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു. മഴയാണല്ലേ മഴ. അങ്ങനെ മഴയൊക്കെ പോയ ശേഷം വൈകുന്നേരത്തോട് കൂടിയിട്ട് കുട്ടികളെല്ലാം തന്നെ മുറ്റത്തിറങ്ങി കളിക്കുകയാണ്.
വൈകുന്നേരത്തോട് കൂടിയിട്ട് എല്ലാവരും കൂടെ വിഷുവിൻ്റെ ബാക്കിയുള്ള കമ്പിത്തിരിയും മത്താപ്പും എല്ലാം തന്നെ കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഋതിക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. മേലൊക്കെ കഴുകിയിട്ടാണ് കൊളുത്തുന്നത്. ഇനി വീണ്ടും ഒന്നും കൂടെ മേലെ കഴുകണം, കാരണം അത്രയ്ക്ക് ചൂടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചെറിയച്ഛൻ്റെ കുട്ടികളും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൊളുത്തുന്നത് കൊണ്ട് തന്നെ നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കയ്യിലോ കാലിലോ മറ്റ് പൊള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഋതിക്കുട്ടിക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് കമ്പിത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു, കയ്യിൽ തെറിക്കാത്തത്. അത് മാറി നിന്ന് കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓൾറെഡി ഞങ്ങൾ വരുമ്പോൾ ചുറ്റിരുന്ന് കുറച്ച് കമ്പിത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ ഓൾറെഡി കുറേ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്ത് കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ മഴ പെയ്തതുകൊണ്ട് മാത്രം ഇന്ന് കുറച്ച് തണുപ്പുണ്ട്. പിന്നെ മുറ്റത്ത് കളിക്കാൻ നല്ല രസമാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് കമ്പിത്തിരിയും അപ്പോൾ ഒക്കെ കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിത്തു ഒക്കിൽ കയറി ഇരിക്കുകയാണ്, രതീഷിൻ്റെ ഒക്കിൽ കയറി ഇരിക്കുകട്ടോ. അവൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇരിക്കുകയാണ്. ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, അതിൻ്റെ വാശിയൊക്കെയാണ്. ഭയങ്കര കരച്ചിലാണ്. അമ്മമ്മയും കൂടെ ചേർന്നിട്ട് വേണ്ട അടുത്ത് കൊടുക്കണം. അമ്മമ്മ സൈഡിൽ ഇരുന്നിട്ട് മത്താപ്പ് കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. വിഷു കഴിഞ്ഞ ശേഷം എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുള്ള വീഡിയോസൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.